ആ കൊച്ചുപാപ്പാ. ആ പപ്പിയാൻ്റെയോ? എന്തൊരു വിശേഷം? കൊച്ചുപാപ്പാ, നമ്മുടെ ആശാവർക്കറെ കണ്ടായിരുന്ന? ഏത് ആശാവർക്കറാ? ആ റസിയ, കൊച്ചുപാപ്പന്റെ അയൽവാസിയല്ലേ? അയ്യോ, റസിയ പനിയായിട്ട് ആശുപത്രി കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 3 ദിവസമായല്ലോ. നന്നായി. ഇതെന്താ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നെ എങ്ങനെയാ പറയേണ്ടത്? ഞങ്ങളുടെ അപ്പാപ്പനെ വീൽ ചെയർ തരാന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയായി പറ്റിച്ചോണ്ടിരിക്കുക. അതൊന്നും പറ്റിച്ചതല്ല എൻ്റെ പപ്പിയാൻ്റെ. ഹെൽത്തിൽ വന്നിട്ടില്ല, വന്നു കഴിഞ്ഞാൽ അവർ കൊണ്ടുത്തരും. ആ തന്നാ മതി. ഇവരുമാരുടെയൊക്കെ ഗമ കണ്ടാല് ഇവളുമാരുടെയൊക്കെ വീട്ടിൽ നിന്ന് എടുത്ത് തരുന്ന പോലെയാ. പപ്പിയാൻ്റെക്ക് ആശാവർക്കർമാരുടെ ജോലിഭാരത്തെ പറ്റി അറിയാഞ്ഞിട്ടാണ്. നിങ്ങളെപ്പോലെ തന്നെ കുടുംബവും കുട്ടികളൊക്കെ ഉള്ളവരാണ് അവർ. അവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്തോന്ന് കഷ്ടപ്പാടാന്നാ കൊച്ചുപാപ്പൻ പറയുന്നത്? എൻ്റെ പപ്പിയാൻ്റെ ഒറ്റ ദിവസം പോലും ലീവില്ലാത്ത ജോലിയാണ് അവരുടേത്. രാവിലെ 7 മണിക്ക് മുൻപ് വീട്ടുജോലികൾ കംപ്ലീറ്റ് തീർന്നിട്ട് 8 മണിക്ക് മുൻപ് ഹോസ്പിറ്റലിൽ എത്തണം. ഉച്ചവരെയാണ് അവിടുത്തെ ജോലി. അതിനുശേഷം ആരോഗ്യവകുപ്പിൻ്റെ ശൈലി 20യുടെ സർവേയുടെ ഭാഗമായിട്ട് എല്ലാ വീടുകളിലും കയറിയിട്ട് 62 ചോദ്യങ്ങൾക്ക് ഉത്തരം രേഖപ്പെടുത്തണം. പിന്നെ ഓരോ വീടുകളിലും ചെന്നിട്ട് കുട്ടികളുടെ ഉള്ള പോഷകാഹാരങ്ങളും കുത്തിവയ്പ്പും ഉറപ്പുവരുത്തണം. പിന്നെ വീടാന്തരം കയറി ഇറങ്ങി കുട്ടികളുടെയും മുതിർന്നവരുടെയും കിടപ്പ് രോഗികളുടെയും പരിചരണത്തിനുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. പിന്നെ ഞായറാഴ്ചകളിൽ വീടാന്തരം കയറി ഇറങ്ങിയിട്ട് കൊതുക് പെരുകുന്നുണ്ടോ, വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തണം. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയാലോ പൊതുജനങ്ങളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഫോൺ വിളികൾക്ക് മറുപടി കൊടുക്കണം. ഇപ്പം മനസ്സിലായോ പാപ്പിയാൻ്റെക്ക് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ? സോറി കൊച്ചുപാപ്പ, ആശാവർക്കർമാരുടെ ജോലിയുടെ ബുദ്ധിമുട്ട് എനിക്കിപ്പം മനസ്സിലായി. ശരിക്കും പറഞ്ഞാല് അവരൊരു സേവനമാണ് ചെയ്യുന്നത്, അല്ലയോ? അതാണ് ശരി. കേരളത്തിലെ ആശാവർക്കർമാർ വർക്ക് തുടങ്ങിയിട്ട് 18 വർഷത്തോളമായി. ഏകദേശം എനിക്ക് തോന്നുന്നു 26,000 ആശാവർക്കർമാർ കേരളത്തിലുണ്ടെന്നുള്ളതാണ് കണക്ക്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 8 മണി വരെ ജോലി ചെയ്യുന്ന ഇവർക്ക് യാത്രാക്കൂലി പോലും കിട്ടുന്നില്ല. അവർക്കൊരു മാസം കിട്ടുന്നത് എത്രയാണ്? 7,000 രൂപ. ഇവരുടെ ജോലി ഭാരം കൂടാൻ കാരണം എന്താ കൊച്ചുപാപ്പ? 250 വീടുകളിലായിട്ട് 1,500 പേരുടെ ചുമതലകളായിരുന്നു ആദ്യം കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞ് ഒരു വാർഡിന് ഒരു ആശാവർക്കർ എന്നുള്ള രീതിയാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ജോലി ഭാരം ഇരട്ടിയായി. ഒരു ദിവസം പോലും ഇവർക്കൊരു അവധി കിട്ടാത്തത് വലിയ കഷ്ടമാണ് കേട്ടോ. ഉറങ്ങുമ്പോൾ പോലും ഡയറിയും ഫോണും അടുത്ത് വെക്കണമെന്നാണ് നിർദ്ദേശമെങ്കിലും 1 രൂപ പോലും ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നില്ല. ശരിക്കും ഇതൊക്കെ ആനുകൂല്യമായിട്ട് കൊടുക്കേണ്ടതാണ്. ആവശ്യമായ ആനുകൂല്യങ്ങൾ സർക്കാർ കണ്ടറിഞ്ഞ് തന്നെ കൊടുക്കണം. ഈ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ആരോഗ്യകരമായ കാര്യങ്ങൾക്ക് ആദ്യം നമ്മൾ ആശാവർക്കർമാരെയാണ് കാണേണ്ടത്. തൊഴിലിനുമപ്പുറം ഇതൊരു ആത്മസമർപ്പണമാണെന്ന് അറിയുക. നിർമ്മലവും സൗമ്യമായ അവരുടെ മനസ്സാണ് കാണേണ്ടത്. ഓരോ ആശാവർക്കർമാരെയും നമ്മൾ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി സ്വീകരിക്കുക.